ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസും തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ്, ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകൾക്ക് ഇന്നും അവധിയാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ അറൗണ്ട് 4.5% മുന്നേറിയിരുന്നു. രണ്ട് ഇൻഡെക്സുകളും ഇന്ന് മോർണിംഗിലും അറൗണ്ട് 1.25% ബെറ്റർ ആയിട്ടാണ് ജപ്പാനിൽ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിൽ അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന പുതിയ പ്രൈം മിനിസ്റ്റർ പ്രോ സ്റ്റിമുലസ് ആറ്റിറ്റ്യൂഡുള്ള ഒരു പ്രൈം മിനിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 30 നടക്കുന്ന ബാങ്ക് ഓഫ് ജപ്പാൻ്റെ മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ജാപ്പനീസ് മാർക്കറ്റുകൾ മുന്നേറുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചു കാലമായിട്ട് ന്യൂട്രലായിരുന്ന യെൻ ക്യാരി ട്രേഡും വീണ്ടും സജീവമാവും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇത് വീണ്ടും ഒരു ആക്ടിവിറ്റി കൂട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ജപ്പാനിൽ. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് മാർക്കറ്റുകൾ വീണ്ടും മുന്നേറിയേക്കാം. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ജപ്പാനിലത്തെ സബ്സിഡിയറികളുണ്ട്. ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സബ്സിഡിയറികൾ, ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇത് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മൾ ഇന്നലത്തെ മറ്റു ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. AMDയും ChatGPT പാരന്റ് കമ്പനിയായിട്ടുള്ള ഓപ്പൺ AIയും തമ്മിലൊരു ഡീല് വന്നിരുന്നു. അതോടൊപ്പം തന്നെ 10% സ്റ്റേക്ക് AMDയിൽ ഓപ്പൺ AI അക്വയർ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. AMD ഇന്നലെ അറൗണ്ട് 30% മുന്നേറിയിരുന്നത്. ക്ലോസിംഗിൽ 23.71% ബെറ്റർ ആയിട്ടാണ് AMD ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജി റാലി തന്നെയാണ് ഇന്നലെ വീണ്ടും അമേരിക്കയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഡൗ ജോൺസ് മൈനർ ലോസോട് കൂടിയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 63.31 പോയിന്റ് താഴെയാണ്. S&P 500 24.49 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 വീണ്ടും പുതിയ 4-year ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മേജർ ഇമ്പാക്റ്റ് ഉള്ളത് സ്മോൾ ക്യാപ് കമ്പനികൾക്കാണ്. സ്മോൾ ക്യാപ് കമ്പനികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് റസൽ 2000. ഇതൊക്കെയാണ് അമേരിക്കയിലത്തെ ന്യൂസ് ഫ്ലോസ്. ഇന്നലെ മൈക്രോസോഫ്റ്റും ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.94 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മൈക്രോസോഫ്റ്റും ഓപ്പൺ AIയും തമ്മിൽ വീണ്ടും ഒരു ഡീല് വന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇത് മൈക്രോസോഫ്റ്റിന് വളരെ പോസിറ്റീവ് ആയിരിക്കും. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ടെക്നോളജി രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളെ സംബന്ധിച്ചും ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ലാക്ലസ്റ്റർ ഓപ്പണിംഗ് ആയിരുന്നു, പക്ഷെ നല്ല രീതിയിലാണ് അതിനുശേഷം മുന്നേറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു മുന്നേറ്റം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $3,978.5 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. $4,000 ക്രോസ് ചെയ്തിട്ടുണ്ട് ഡിസംബർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകൾ. അതോടൊപ്പം തന്നെ സിൽവർ ഇന്നലെ വീണ്ടും പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $48.81 പെർ ഔൺസ് ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $48.32 പെർ ഔൺസിനാണ്. കോപ്പർ ഇന്നലെ പുതിയ 15-month ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്, പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും മുന്നേറുകയാണ്. ഒപ്പം അലുമിനിയം ഇന്നലെ വീണ്ടും പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സിങ്ക് 52 വീക്ക് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. ഒപ്പം ഇന്ത്യൻ റുപ്പി ഇന്നലെ $, അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. 88.78 പെർ ഡോളർ ആയിരുന്നു. ഇതൊക്കെയാണ് പൊതുവെയുള്ള ജനറൽ ന്യൂസ് ഫ്ലോസ് ഇന്നലത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. L&T മൈൻഡ്ട്രീ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓർഡർ, അവരുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. $580 മില്യൺ ഓർഡറാണ്. അതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ ഒരു ഓർഡർ ബാഗ് ചെയ്തിരുന്നു. ഇതും ബിഗ്ഗസ്റ്റ് തന്നെയായിരുന്നു. $450 മില്യൺ അത് US നിന്നായിരുന്നു. അപ്പോൾ L&T മൈൻഡ്രീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജിൻഡാൽ
സ്റ്റെയിൻലെസ് ലിമിറ്റഡ് JSL അവർ ഫസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫോർജിങ് യൂണിറ്റ് മുംബൈയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനീഷ്യൽ കപ്പാസിറ്റി 4000 ടൺ പെർ ആനാണ്. അത് 2027 ധനകാര്യ വർഷത്തോടുകൂടി 10000 ടൺ പെർ ആനായിട്ട് ഉയർത്താണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. JSLനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. അതോടൊപ്പം തന്നെ ഹോട്ടലുകളുടെ Q2 പെർഫോമൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് തീർച്ചയായിട്ടും ഹോട്ടൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. HCL ടെക് MIT മീഡിയ ലാബ് US ആയിട്ടൊരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. AI റിസർച്ചിന് വേണ്ടിയാണ്. HCL ടെക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ആസ്ട്രാൾ അവരുടെ കാൺപൂർ പ്ലാന്റിൽ നിന്നുള്ള കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ആസ്റ്റർ DM ക്വാളിറ്റി ഹെൽത്ത് കെയർ NSE BSc NOC ലഭിച്ചിട്ടുണ്ട് സ്കീം ഓഫ് അറേഞ്ച്മെൻറ്റിന്. അടുത്ത ദിവസങ്ങളിൽ റെക്കോർഡ് ഡേറ്റ് വന്ന് പുതിയ പേരിലേക്ക് മാറും. മാസ്റ്റർ ക്വാളിറ്റി കെയർ എന്നുള്ള പേരിലേക്കാണ് ഈ ഹോസ്പിറ്റൽ ചെയിൻ പേര് മാറാൻ പോകുന്നത്. ഇന്ത്യയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിനായിട്ട് മാറുകയാണ്. ആസ്റ്റർ DMനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 1000 കോടി ഒരു പ്രൊജക്റ്റ് ചെന്നൈയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവാണ്. കെയർ ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചസ് റീസെൻ്റായിട്ട് IPO വന്നിരുന്ന സ്റ്റോക്കായിരുന്നു. അവരുടെ ഒരു സബ്സിഡിയറി ബസ് എയർ കണ്ടീഷനിങ് ബിസിനസ് അക്യൂർ ചെയ്യാണ് സ്പിയർ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന്. കെയർ ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നൈബ് ലിമിറ്റഡ് 20.57 കോടി ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപ് ബിൽക്കോഡിന് 100 മെഗാവാട്ട് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ PV പ്രൊജക്റ്റിനുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആയിരുന്നു. 313.77 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം 5036.35 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. ഈ വർഷം തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് 4 ട്രില്യൺ രൂപ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇനി നമ്മൾ പവർ ജനറേഷൻ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വിൻഡ്, സോളാർ, അതുപോലെ തന്നെ ഹൈഡ്രോ പവർ, ബയോ എനർജി, ജിയോ തെർമൽ എനർജിയൊക്കെ കൂടിയിട്ട് ടോട്ടൽ പ്രൊഡക്ഷൻ ഫോസിൽ ഫ്യൂവൽ പവർ പ്രൊഡക്ഷന് ഫസ്റ്റ് ടൈം ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ചൈനയിലാണ് ഏറ്റവും റെക്കോർഡ് അഡീഷൻ വന്നിരിക്കുന്നത് സോളാർ പവറിലോ. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് റെക്കോർഡ് അഡീഷൻ വന്നിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ 2 രാജ്യങ്ങളിലും ഡിമാൻഡിനേക്കാളും കൂടുതൽ ഇപ്പോൾ സോളാർ ആൻഡ് പവർ പ്രൊജക്ഷൻ കൂടിയിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. യൂറോപ്യൻ യൂണിയനിലും സോളാർ അതുപോലെ തന്നെ വിൻഡ് പവർ, റിന്യൂവബിൾ എനർജി പവർ പ്രൊഡക്ഷൻ കൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഉയർന്നു വരുന്ന ഡിമാൻഡ് ഉണ്ട് ഡാറ്റാ സെൻറ്ററിനൊക്കെ. ഇത് മീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു പവർ ജനറേഷൻ മോഡാണ് റിന്യൂവബിൾ എനർജി മോഡ്. അതേസമയം US ഇതിൽ പിറകിലേക്ക് പോവുകയാണ്. US ഇപ്പോഴും പുതിയ പ്രസിഡന്റിൻ്റെ അണ്ടറിൽ ഫോസിൽ ഫ്യൂവലുകളെയാണ് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സോളാർ, വിൻഡ്, അതുപോലെ തന്നെ മറ്റ് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ കൂടുന്നത് ഇന്ത്യനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഗ്ലോബലി ഡിമാൻഡിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ സെക്ടറിൽ ഒരു പ്രോഫിറ്റബിലിറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വലിയ സോളാർ PV പ്രൊജക്റ്റുകൾ, വലിയ സോളാർ പവർ പ്രൊഡ്യൂസേഴ്സൊക്കെ ഒരു പക്ഷേ പിടിച്ചു നിന്നേക്കാം. സ്മോൾ സോളാർ അല്ലെങ്കിൽ വിൻഡ് പവർ പ്രൊജക്റ്റ് കമ്പനികളൊക്കെ ഒരു പക്ഷേ ഒരു കൺസോളിഡേഷൻ മോഡിലേക്കൊക്കെ മാറിയേക്കാം. എന്നിരുന്നാലും ഈ ന്യൂസ് വളരെ പോസിറ്റീവ് ആണ്. ഇന്ത്യയിലും അതുപോലെ തന്നെ ചൈനയിലൊക്കെ കാർബൺ എമിഷനും കുറഞ്ഞിരിക്കുകയാണ് ഈ പവർ പ്രൊഡക്ഷനെ കൊണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ടാറ്റ ക്യാപിറ്റൽ ഇന്നലെ IPO സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം 39% സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്, അതായത് 0.39 ടൈംസ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അപ്ലൈ ചെയ്യാവുന്ന IPO ആണ്. ടാറ്റ ക്യാപിറ്റൽ 326 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയാണ്. പക്ഷേ നമ്മൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് മറ്റ് NBFCകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്പാറാണ് അല്ലെങ്കിൽ പ്രൈസറാണ്. എന്നിരുന്നാലും ലോങ് ടൈമിലേക്ക് നല്ല ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് ടാറ്റ ക്യാപിറ്റൽ. അതോടൊപ്പം തന്നെ ഇന്ന് ആരംഭിക്കുന്ന IPO ആണ് LG ഇലക്ട്രോണിക്സ്. 1140 ആണ് അപ്പർ പ്രൈസ്
പ്രൈസ് ബാൻഡ് 10 രൂപയാണ് ഫേസ് വാല്യൂ. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. കമ്പാരിറ്റീവ്ലി ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നേറാനും സാധ്യതകളുണ്ട് IPOന് ശേഷം. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്, മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ LG ഇലക്ട്രോണിക്സും അപ്ലൈ ആവുന്നതാണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതകളുണ്ട്. 2 IPOസും വലിയ ഫണ്ടാണ് സമാഹരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അപ്ലൈ ആവുന്ന 2 IPOs ആണ് ടാറ്റ ക്യാപിറ്റലും LG ഇലക്ട്രോണിക്സും. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെ മുതൽ മേജർ Q2 റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ വരികയാണ്. റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നാളെ ടാറ്റ, എൽഎക്സി, TCS എന്നീ കമ്പനികളുടെ Q2 റിസൾട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ബെറ്റർ എക്സ്പെക്റ്റേഷൻസ് ആണ്. IT സെഗ്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റുപ്പി ഡിപ്രീസിയേഷൻ പോസിറ്റീവാണ്, അതേസമയം മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. പക്ഷേ ഓവറോൾ ഓർഡർ ബാങ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ IT സെഗ്മെൻറ്റും ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.